ഡോർ ആയാലും വിൻഡോ ആയാലും എല്ലാം ഉൾപ്പെടുന്നില്ല. നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഓപ്പൺ ടാബ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യാം. അതുവഴി ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് സ്പേസ് കിട്ടും. അവിടെയാണ് നിങ്ങൾ പുതിയ എലമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്താണ് ആപ്ലിക്കേഷൻ. റെവിറ്റ് സോഫ്റ്റ്വെയറിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഇവിടെ റെവിറ്റിന്റെ ഒരു ലോഗോ കാണാം. നമുക്ക് ആപ്ലിക്കേഷൻ മെനു ഓപ്പൺ ചെയ്ത് തരും. നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രൊജക്റ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫാമിലി, മാർക്ക്, ടൈപ്പ് ഓഫ്, അനോട്ടേഷൻ സിമ്പിൾ ഇതെല്ലാം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഓപ്പൺ ടാബിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഫയലൊക്കെ ഓപ്പൺ ചെയ്യാം. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും വേറെ ഫോർമാറ്റിലേക്ക്, അതായത് CAD ഫോർമാറ്റ്, അങ്ങനെ 3D Max, അങ്ങനെ ഏതെങ്കിലും വേറെ ഫോർമാറ്റിലോട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ താഴെ ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ ആണ്, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് തുറന്നു വരും. അതിൽ ഫയൽ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളൊരു ടെംപ്ലേറ്റ് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് സേവ് ചെയ്തിരിക്കുന്നതിനാണ് ഓപ്പൺ ചെയ്യാം. സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു, പിന്നെ ഓക്കെ കൊടുത്തു. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ടെംപ്ലേറ്റ് ഫയലാണ് പ്രൊജക്റ്റ് ഏരിയ ഈ വന്ന് കിടക്കുന്നത്. അപ്പം ഇതിന്റെ ഞാനിപ്പം ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ലെവലും യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ടെംപ്ലേറ്റ്, അതായത് ഡീഫോൾട്ട് മെട്രിക് എന്ന ടെംപ്ലേറ്റ് സേവ് ചെയ്തു. ആ ടെംപ്ലേറ്റിനെയാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ചെയ്തതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ് ചെയ്യുകയാണ്. അപ്പം അതിന് ലെവലും യൂണിറ്റും എല്ലാം സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടെംപ്ലേറ്റ് ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ ഫൈനൽ പോർഷനാണ് റിസോഴ്സ് ഏരിയ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റിസോഴ്സ് ഏരിയ. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ, ഓട്ടോഡെസ്ക് നൽകുന്ന സ്കിൽ ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ പുതുതായിട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത്, പിന്നെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിസോഴ്സ് ഏരിയയിൽ വരുന്നത്. അതായത് നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സും നൽകുന്ന ഒരു ഏരിയ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെവിറ്റ് വലിയ നമുക്ക് സിമ്പിളായി പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഹലോ, നമ്മൾ സ്വപ്നത്തിൽ പോലും ഓക്കെ. അപ്പോൾ റെവിറ്റ് എന്നത് പാടുള്ള സോഫ്റ്റ്വെയർ എന്നല്ല, സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതുള്ളൂ. ഓക്കെ. അപ്പോൾ റെവിറ്റിന്റെ ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് ഒരു കിട്ടിയ ചെറിയൊരു ധാരണ കിട്ടിയില്ല, എന്താണ് റെവിറ്റ്, എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? 2 ഏരിയാസ് ആണ് ഉള്ളത്. റെവിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫാമിലീസ് എന്നുള്ളതും പ്രൊജക്ട് എന്നുള്ളതൊക്കെ ഉണ്ടാവും. പ്രൊജക്റ്റുകൾ നമുക്ക് വേണ്ട പ്രൊജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓപ്പൺ ടാബ് ന്യൂ എന്നുള്ള ആവശ്യം പുതിയ ഡ്രോയിങ്സ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്പൺ നമുക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് ഓപ്പൺ സേവ് വെച്ചിട്ടുള്ള ഇത് ഓപ്പൺ ടാബിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിന് പരിചയപ്പെടാം. ഓട്ടോഡെസ്ക് ആണ് റെവിറ്റ് സോഫ്റ്റ്വെയർ മാർക്കറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. മേലെ അവർ 2 തരത്തിലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് റെവിറ്റ് എന്ന പേരിലും മറ്റൊന്ന് റെവിറ്റ് ആർക്കിടെക്ചർ എന്ന പേരിലും. റെവിറ്റും റെവിറ്റ് ആർക്കിടെക്ചറും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റെവിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്ട്രക്ചറൽ ഡിസൈനിങ് ചെയ്യാം, ആർക്കിടെക്ചറൽ ഡിസൈനിങ് ചെയ്യാം. റെവിറ്റ് ആർക്കിടെക്ചറിലാണ് നിങ്ങൾ ഇനി വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കിടെക്ചറൽ ഡിസൈൻ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെവിറ്റ് 2014 വേർഷനാണ്. എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിന്ന് കവർ ചെയ്യുന്ന ടോപ്പിക് സോഫ്റ്റ്വെയർ ലോൺ സ്ക്രീൻ ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതിൽ? നിങ്ങൾ റെവിറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. 2 ഏരിയാസ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. നമ്മൾ പ്രൊജക്റ്റ് ഏരിയാസിൽ ഇതിൽ ഓപ്പൺ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടല്ലോ ഓപ്പൺ എന്നുള്ള ഇത്, അതിലാണ് നമ്മൾ നിലവിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ന്യൂ എന്നുള്ളത് പുതിയ ഡ്രോയിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ എന്നുള്ള ഇതിലിടും. പിന്നെ ഡീഫാൾട്ട് മെട്രിക്സ് എന്നുള്ളൊരു ഫയൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എപ്പോഴും യൂണിറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ പിന്നെ പുതിയ ഡ്രോയിങ്സ് ഒക്കെ അത് വെച്ച് ചെയ്താൽ മതി. എപ്പോഴും യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്ന സംഗതിയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലോട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഓവറോൾ റിവ്യൂ എന്താണ്, എന്തിനു യൂസ് ചെയ്യണം, എങ്ങനെ 3D നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടോകാഡ് തന്നെയാണുള്ളത്. പിന്നെ ഓട്ടോകാഡിന്റെ ഫയൽസ് എങ്ങനെ ഈ റിവ്യൂലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ.
ഹായ്, വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക് റിവിറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ലോൺ സ്ക്രീനെ കുറിച്ചായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ഐക്കൺ വരും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് റിവിറ്റ് സോഫ്റ്റ്വെയറിലെ മെനു ടാബിനെ കുറിച്ചും അതിൻ്റെ പാനൽസിനെ കുറിച്ചും ഓൾമോസ്റ്റ് എല്ലാ ടൂൾസിനെ കുറിച്ചുമാണ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഡീഫോൾട്ട് മെട്രിക് സെലക്ട് ചെയ്തു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ഡീഫോൾട്ട് മെട്രിക് എന്ന്. ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്തു. ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ് ഈ കോഴ്സ് ചെയ്യുക, ഈ ഫീൽഡിലോട്ട് മാറുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയൊരു ലൈഫിൽ ഇതാണ് നമ്മുടെ റെവിറ്റിന്റെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് മെയിൻ മെനു. ഞാനിപ്പം ആർക്കിടെക്ചർ എന്ന മെനു ടാബ് ഓപ്പൺ ചെയ്തു. ഈ കാണുന്നതിനെയാണ് നമ്മൾ പാനൽസ് എന്ന് പറയുന്നത്. ബിൽഡ്, സർക്കുലേഷൻ, മോഡൽ, റൂം ആൻഡ് ഏരിയ, ഓപ്പണിംഗ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2014 വെർഷൻ റെവിറ്റ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്കിവിടെ കാണാം സ്ട്രക്ചർ, സിസ്റ്റം, അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ മെനു ടാബ്. സത്യത്തിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇത് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ മെനുവിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിൽ യൂസർ ഇന്റർഫേസ് അങ്ങനെ ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം റിവിറ്റിന്റെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാം. മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സ്ട്രക്ചർ ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, അനോട്ടേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ആർക്കിടെക്ചർ മാത്രം മതി. ആസ് എ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന ലെവൽ ആർക്കിടെക്ചർ മാത്രം മതി നമുക്ക് നിലവിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ ലെഫ്റ്റ് സൈഡിൽ റിവിറ്റിന്റെ ഒരു ഐക്കൺ കാണാം അല്ലേ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ ഓപ്ഷൻസ് എന്നുള്ള ബട്ടൺ വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ടിക്കിട്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിറ്റ് ആർക്കിടെക്ചർ മാത്രം അൺടിക്ക് ചെയ്തിട്ട് അല്ലാത്തവ അൺടിക്ക് ചെയ്യാം. ഇപ്പം സ്ട്രക്ചറൽ ആൻഡ് ടാബ്സ് ടൂൾസ് അത് അൺടിക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ ടൂൾസ്, ഇലക്ട്രിക്കൽ ടൂൾസ്, പൈപ്പിംഗ് ടൂൾസ് ഇതൊക്കെ അൺടിക്ക് ചെയ്യാം. മാസിംഗ് ആൻഡ് സൈറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് അത് ടിക്ക് ചെയ്തിട്ടേക്കാം. പിന്നെ എനർജി അനാലിസിസ് ആൻഡ് ടൂൾസ് അത് നമുക്ക് ആവശ്യമില്ല, അൺടിക്ക് ചെയ്യാം. ദെൻ തീം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് വേണോ ഡാർക്ക് വേണോ, നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ആ സ്ട്രക്ചറിലും അനാലിസിസും ഒക്കെ പോയി നമുക്ക് വേണ്ട ഒരു ക്ലീൻ മെയിൻ മെനു കിട്ടി. നമ്മളെല്ലാവരും ഓട്ടോകാഡ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്താ കൂടുതൽ അതിൽ യൂസ് ചെയ്യുന്നത്? ഷോർട്ട് കട്ട്സ് ആണ്, അല്ലെങ്കിൽ കമാൻഡ്സ് ആണ്. ഞാൻ ഇപ്പം ലൈൻ സെലക്ട് ചെയ്യാൻ എല്, അല്ലെ ട്രിം ചെയ്യാൻ TR അങ്ങനെ. അതുപോലെ തന്നെ റെവിറ്റിന് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഇവിടെ പോയി വോൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് WA ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ടൂൾ ഓപ്പൺ ആവും, അല്ലെങ്കിൽ DR ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡോർ ടൂൾ ഓപ്പൺ ആവും. അതെല്ലാം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്യണം, അതിലും റെവിറ്റ് ഓപ്ഷൻ നൽകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ മെനു ചെല്ലുക. അപ്പം ഇവിടെ ഒരു ഓപ്ഷൻസ് എന്നുള്ളൊരു ബട്ടൺ കാണാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ യൂസർ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം കീബോർഡ് ഷോർട്ട് കട്ട്സ്, പിന്നെ ഒരു ബട്ടൺ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ബട്ടണും. ആ കസ്റ്റമൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള, അതായത് നോർമലി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് കട്ടും വരും. അതിനകത്ത് ഞാൻ എൻ്റെ വോൾ സെർച്ച് ചെയ്യാണ്. നമ്മുടെ വോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ WS ടൈപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് വോൾ ടൂൾ ഓപ്പൺ ആവേണ്ടതെന്ന് വെച്ചോ. ഞാൻ ഇവിടെ WS ടൈപ്പ് ചെയ്തു, ദെൻ അസൈൻ കൊടുത്തു. അപ്പോൾ WA ടൈപ്പ് ചെയ്താലും WS ടൈപ്പ് ചെയ്താലും വോൾ ടൂൾ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഓട്ടോകാഡ് ലൈന് എല്ലെന്ന് കമൻറ്റ് ചെയ്യും അല്ലേ, ഡോറിന് വേറെ റെക്റ്റാങ്കിൾ REC എൻ്റർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ റെവിറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് എവിടെ നിന്ന് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഞാൻ വീഡിയോയിൽ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ക്ലിയർ ആയിട്ട് റിവിറ്റിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ടൂളുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർ ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ട കമൻറ്റുകൾ, ഇപ്പോൾ വാളിന് എന്ന് ടൈപ്പ് ചെയ്ത വാൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തരുന്ന ഷോർട്ട് കട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇത് തരുന്നുണ്ട് റിവിറ്റ്. ഓക്കെ, ഓട്ടോകാഡിൽ കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് കട്ട്സ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വ്യത്യാസം റിവിറ്റിൽ വരുന്നുണ്ട്. അതല്ല, എനിക്ക് WS മാത്രം ടൈപ്പ് ചെയ്യുമ്പോഴാണ് വോൾ ടൂൾ ഓപ്പൺ ആവണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ WA ഇല്ലേ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ദേ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ WS മാത്രം ടൈപ്പ് ചെയ്താൽ വോൾ ടൂൾ ഓപ്പൺ ആവും. ദെൻ ഓക്കെ കൊടുത്തു. ഞാൻ ജസ്റ്റ് WS ടൈപ്പ് ചെയ്യാം. ദേ വോൾ ടൂൾ ഓപ്പൺ ആയി. നമുക്കിനി ടോപ്പിക്കിലേക്ക് വന്നാൽ ആർക്കിടെക്ചർ മെനു നിങ്ങൾക്ക് കാണാം. ബിൽഡ്, സർക്കുലേഷൻ, മോഡൽസ് എന്നീ പാനൽസ് ആയിട്ടാണ് ടൂൾസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബിൽഡ് പാനൽ നോക്കാം. ഇതാണ് ബിൽഡ് പാനൽ. ഇതിനകത്ത് മിക്ക ടൂൾസ് നിങ്ങൾക്ക് വായിച്ച് തന്നെ മനസ്സിലാവും. പക്ഷേ ഈ കുറച്ചുകൂടെ ഡൗട്ട് വരുന്നത് ഈ കമ്പോണൻസ് എന്താണ്, അല്ലെങ്കിൽ കർട്ടൻ സിസ്റ്റം, കർട്ടൻ ഗ്രിഡ്, മുള്ളിയോൺ ഇതൊക്കെ എന്താണെന്ന് ഒരു ഡൗട്ട് വന്നു. അത് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് കമ്പോണൻറ്റിലേക്ക് വരാം. കമ്പോണൻറ്റ് 2 ടൈപ്പാണുള്ളത്. പ്ലേസ് എ കമ്പോണൻറ്റും ഉണ്ട്, മോഡൽ ഇൻ പ്ലേസും ഉണ്ട്. പ്ലേസ് എ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഒരു കമ്പോണൻറ്റ്, അതിപ്പോൾ ഡോർ ആവാം, വിൻഡോ ആവാം, അല്ലെ ഫർണിച്ചർ ആവാം, അതിനെ നിങ്ങളുടെ പ്രോജക്റ്റ് ഫയലിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്ലേസ് എ കമ്പോണൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതല്ല, നിങ്ങളിപ്പോൾ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കണം, അതായത് ഒരു പുതിയ ചാരുപടി ക്രിയേറ്റ് ചെയ്യണം, അല്ലെ പുതിയൊരു പോണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെ ഒരു സ്വിമ്മിംഗ് പൂൾ ക്രിയേറ്റ് ചെയ്യണം, അതിനാണ് മോഡൽ ഇൻ പ്ലേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കർട്ടൻ സിസ്റ്റം, കർട്ടൻ ഗ്രിഡ്, മുള്ളിയോൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗ്ലാസ് വർക്കിന് വേണ്ടിയുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്ലാസ് അങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം പീസായിട്ട് കട്ട് ചെയ്തായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുക. അപ്പം മുള്ളിയോണൊക്കെ കൊടുത്താലേ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെ കർവ്ഡ് ഷേപ്പ് കിട്ടും. അതിനുവേണ്ടിയാണ് കർട്ടൻ സിസ്റ്റവും കർട്ടൻ ഗ്രിഡും മുള്ളിയോണൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് ഇൻസേർട്ട് മെനു. നേരത്തെ നമ്മൾ ആർക്കിടെക്ചറിൽ കണ്ട പോലെ തന്നെ പാനൽസായിട്ടാണ് ഇവിടെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലിങ്ക് പാനലുണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, ലോഡ് ഫ്രം ലൈബ്രറി ഉണ്ട്, ഓട്ടോഡെസ്ക് സീക്ക് ഉണ്ട്. അപ്പം ലിങ്ക് പാനൽ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ആർക്കിടെക്ചറൽ ഡിസൈൻ ആണ് ചെയ്യുന്നത്, വേറൊരാൾ MEP ചെയ്യുന്നുണ്ട്. അപ്പം അയാളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ ഈ വർക്ക് ലിങ്ക് ചെയ്യാനാണ് ഈ പാനൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റാണ് ഇമ്പോർട്ട്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അതായത് നമ്മൾ പല ഡ്രോയിങ്സും റിവിറ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്ഷനാണ് ലിങ്ക് പാനൽ എന്ന് പറയുന്നത്. അതിൽക്കൂടെ കാണാൻ പറ്റും ലിങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്, പല ഓപ്ഷൻസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിങ്കിലാണ് നമ്മൾ ലിങ്ക് റെവിറ്റിന്റെ ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് റെവിറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. ലിങ്ക് CAD എന്നുണ്ട്, നമ്മൾ CAD വരച്ചിട്ടുള്ള ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് CAD എന്നുള്ള ബട്ടൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ടൂൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. DWG മാർക്കപ്പ് ഒക്കെ ഉണ്ട്. DWG ഫയലിൽ ഓട്ടോകാഡിൽ വരച്ചിട്ടുള്ള DWG ഫയൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ലിങ്ക് പാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഡ്രോയിങ്സ് കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ട് സെഷൻ ഉണ്ട്. ഇമ്പോർട്ടിൽ നമുക്ക് ഇമ്പോർട്ട് CAD എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, CAD ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പാനൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 2D CAD ഡ്രോയിങ് ഉണ്ട്. അപ്പം അതിനെ നമ്മുടെ റിവിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഈ പാനൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്കിപ്പം ഇമ്പോർട്ട് ഫ്രം CAD യൂസ് ചെയ്താൽ നിങ്ങളുടെ CAD ഫയലിനെ നമ്മുടെ റിവിറ്റിലേക്ക് കൊണ്ടുവരാം, എന്നിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നെക്സ്റ്റാണ് ലോഡ് ഫ്രം ലൈബ്രറി. നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഒരു ഫാമിലി ഗ്രൂപ്പ് അല്ലെ ഫാമിലി കമ്പോണൻറ്റ്, അതിനെ നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനാണ് ലോഡ് ഫ്രം ലൈബ്രറി പാനൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റാണ് അനോട്ടേഷൻ മെനു. ഇപ്പം നിങ്ങൾ 3Dയിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുകയാണ്, അപ്പോൾ അതിന് ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം, അത് 2Dയിലായിരിക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ അനോട്ടേഷൻ മെനുവിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റൂമിന് ടാഗ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അത് 2Dയിൽ ബൗണ്ടറി ലൈൻ വരയ്ക്കാം, റീജിയൻ സെലക്ട് ചെയ്യാം, ഡെഡ് ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടിയാണ് അനോട്ടേഷൻ മെനു യൂസ് ചെയ്യുന്നത്. അനോട്ടേഷൻ മെനുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും, അത് വരുന്ന ട്യൂട്ടോറിയൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് നമ്മൾ വരുന്നത് മാസിങ് ആൻഡ് സൈറ്റിലേക്കാണ്. നമ്മളിപ്പോൾ ഹൈ റൈസ്ഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ കമ്പോണൻറ്റ് യൂസ് ചെയ്താണ്. അതായത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് അല്ലെ ഒരു അപ്പാർട്ട്മെൻറ്റ്, അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാസിങ് ആൻഡ് സൈറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ തന്നെ പാനലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺസെപ്ച്വൽ മാസ്, മോഡൽ ബൈ ഫേസ്, മോഡൽ സൈറ്റ്, മോഡിഫൈ സൈറ്റ് എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ കൺസെപ്ച്വൽ മാസ് ഉണ്ട്. നമ്മൾ അതുപയോഗിച്ചാണ് മാസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് മോഡൽ ബൈ ഫേസിലെ റൂഫ്, വോൾ, ഫ്ലോർ ഇവയൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ അതിൻ്റെ ഫ്ലോറും റൂഫും വോളും എല്ലാം ക്രിയേറ്റ്
ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ആർക്കിടെക്ചറിനകത്ത് കർട്ടൻ മൂല്യം എന്ന് പറഞ്ഞ്. അതുപോലെ ഇവിടെയുണ്ട് കർട്ടൻ സിസ്റ്റം. അതായത് നമുക്കിപ്പം ഒരു ഗ്ലാസ് കൊടുക്കണം, ഒരു സൈഡിൽ ഇപ്പോൾ ഗ്ലാസ് കൊടുക്കണം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ, അതിനുവേണ്ടിയാണ് കർട്ടൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മോഡൽ സൈറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഇപ്പം ടോപ്പോഗ്രാഫി, അതായത് നിങ്ങളുടെ ബിൽഡിംഗ് നിൽക്കുന്ന ആ സ്ഥലം, അതിൻ്റെ ടോപ്പോഗ്രാഫിയും അതിൻ്റെ സൈറ്റിലെ കമ്പോണൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മോഡൽ സൈറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന മോഡിഫൈ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ എല്ലാം മോഡിഫൈ ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്താൽ എനിക്ക് റിസൾട്ട് ഉണ്ടാകുമോ എന്ന ഡൗട്ട് നെക്സ്റ്റ് ആണ് വ്യൂ മെനു. അതായത് നിങ്ങളുടെ വർക്ക് സ്പേസിൽ എന്തൊക്കെ കാണണം കാണണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മെനു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഗ്രാഫിക്സ് പാനൽ. ഓക്കെ, നമ്മൾ ഓടിച്ചിങ്ങനെ പോവാണ്. റെവിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഓട്ടോകാഡിൽ നമ്മൾ ഓരോന്നും പഠിച്ചില്ലേ, ഓരോ 30ഓളം കമന്റുകൾ പഠിച്ചു. അപ്പോൾ റെവിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയറിന്റെ ഓവറോൾ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇതോടുകൂടി നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. റെവിറ്റിന്റെ ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, പിന്നീട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നീട് അടുത്ത ക്ലാസ്സിലും സെഷൻസിലൊക്കെ നിങ്ങൾക്ക് കോളേജിലാവുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ സെൽഫായിട്ട് ലേൺ ചെയ്യാനും കൂടി ശ്രമിക്കാം. യൂട്യൂബിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അത് തന്നെ മതി നിങ്ങൾക്ക് ധാരാളം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പല ആളുകളും ഇപ്പോൾ ക്യാഡ് സെന്ററിലൊക്കെ പോയിട്ട് 10,000 20,000 ഒക്കെ കൊടുത്ത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ യൂട്യൂബ് ഈസ് ഇനഫ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പാത്തിൽ നിങ്ങൾ പോകണം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞതിൽ? ഇപ്പോൾ ഓട്ടോകാഡ് പഠിച്ചു, ഓട്ടോകാഡ് നമ്മൾ ഏകദേശം ഒരു 90% നമ്മൾ ഓക്കെ ആണ് അല്ലേ. ഇനി റെവിറ്റിലോട്ട് വരുമ്പോൾ 3D മോഡലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെവിറ്റ് ഉപയോഗിക്കുന്നത്. 2D ഡ്രോയിങ്സിനെ 3D മാറ്റാനും റെവിറ്റ് ഉപയോഗിക്കും. റെവിറ്റിന് പല റെവിറ്റ് ആർക്കിടെക്ചർ ഉണ്ട്. അപ്പോൾ റെവിറ്റ് ആർക്കിടെക്ചറിന്റെ ഓരോ മോഡൽസ് ആണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ പല ടൂളുകളും പല പാനൽസ് എന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഓടിച്ചിങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വന്നാൽ ഇവിടെ ഇപ്പം ടെംപ്ലേറ്റ്സ് ഉണ്ട്, വ്യൂ ടെംപ്ലേറ്റ്സ്. അത് നിങ്ങളുടെ ടെംപ്ലേറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഫിൽറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം 2 ടൈപ്പാണ് വോൾ വരച്ചിരിക്കുന്നത്. 20 mm-ൻ്റെയും 10 mm-ൻ്റെയും ആണ് വരച്ചിരിക്കുന്നത് വെച്ചു. അപ്പോൾ നിങ്ങൾ 10 mm മാത്രം കണ്ടാൽ മതി. അതിനുള്ള ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലൈൻ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിസിബിലിറ്റി ഒരു ഗ്രാഫിക്സ്, അതായത് നിങ്ങൾക്കിപ്പം എല്ലാം ഒന്നും കാണണ്ട, എല്ലാ ലൈനും കാണണ്ട, അല്ലെ ഇത്ര ലെവൽ വരെ കണ്ടാൽ മതി, അങ്ങനെയുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് വിസിബിലിറ്റി ആൻഡ് ഗ്രാഫിക്സ്. അതുപോലെ തന്നെയാണ് പല ടൂൾസും ഇതിനകത്ത്. നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് പാനൽ. നിങ്ങളുടെ ഇപ്പം 2D-ലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിനെ 3D-ലേക്ക് കാണാൻ നമുക്ക് 3D വ്യൂ സെലക്ട് ചെയ്യാം. അതിനകത്ത് തന്നെ വോക്ക് ത്രൂ ഉണ്ട്, ക്യാമറയുണ്ട്, ഡിഫോൾട്ട് 3D വ്യൂ ഉണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 3D-യിലുള്ള വീടിൻ്റെ സെക്ഷനാണ് വേണ്ടതെങ്കിൽ സെക്ഷൻ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്കിപ്പം വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ഇപ്പോൾ ലിൻഡലിൻ്റെ ഭാഗമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ കോൾ ഔട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ എലിവേഷൻ എടുക്കാം, പ്ലാൻ എടുക്കാം, ഡ്രാഫ്റ്റിംഗ് ചെയ്യാം. പിന്നെ ഷെഡ്യൂളുണ്ട്, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം ഒരു ബിൽഡിംഗ് ചെയ്യാണ്, അപ്പം അതിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഷെഡ്യൂൾ ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷനും റെവിറ്റ് നൽകുന്നുണ്ട്. ഇതാണ് വിൻഡോസ്. അതായത് നമ്മുടെ ഇപ്പം ഇതിനെ ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. അതായത് യൂസർ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യാം, ഏതൊക്കെ നമുക്ക് വേണ്ടാന്ന് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടി വിൻഡോ വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അത് പോകും. അത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ അത് വരും. അങ്ങനെ ഒരു ഓപ്ഷനാണ് വിൻഡോ പാനൽ നൽകുന്നത്. നെക്സ്റ്റ് ആണ് മാനേജ് മെനു. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റീരിയലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാണ്, അതിനിപ്പോൾ മെറ്റീരിയൽ കൊടുക്കാതെ റെൻഡർ ചെയ്താൽ അതിന് അതിൻ്റേതായ ഒരു ഒറിജിനാലിറ്റി കാണില്ല. അപ്പോൾ മെറ്റീരിയലാണ് നമ്മളിതിനകത്ത് മോസ്റ്റ് ഓഫ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നാപ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഡിസൈൻ ഓപ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. മോഡിഫൈ മെനു എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ എന്ത് ഡിസൈൻ ചെയ്താലും അതിനെ മോഡിഫൈ ചെയ്യണം. അതിന് വേണ്ട ടൂൾസാണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. ഇവിടെ ഇപ്പം ക്ലിപ്പ് ബോർഡ് ഉണ്ട്, ജിയോമെട്രി ഉണ്ട്, മോഡിഫൈ ഉണ്ട്, വ്യൂ പാനൽ ഉണ്ട്, മെഷർ ഉണ്ട്, ക്രിയേറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാൻ, അതിനെ മിറർ ചെയ്യാം, കോപ്പി എടുക്കാം, മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അതിന് വേണ്ട ടൂൾസാണ് മോഡിഫൈക്കകത്ത് വരുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ തീരുകയാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ടൂൾസിനെ കുറിച്ചും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സ്. ഒരുപാട് ലീഡ് വരുന്നത്, പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറയുമ്പോഴേക്കും അവർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെക്കുന്നു. ഈ പ്രോബ്ലം ഓക്കെ, അപ്പോൾ നമ്മൾ റെവിറ്റിന്റെ ഓവറോൾ നമുക്ക് എന്തൊക്കെയാണ് റെവിറ്റിൽ വരുന്നത്, ഓരോ പാനൽസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. ഇനി എങ്ങനെയാണ് അതിന്റെ 3D മോഡൽ, എങ്ങനെ ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോഡെസ്ക് റിവിറ്റ് ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോപ്പർട്ടി വിൻഡോയെക്കുറിച്ചും
പ്രൊജക്ട് ബ്രൗസറിനെ കുറിച്ചും ഡ്രോയിങ് വിൻഡോയെ കുറിച്ചുമായിരുന്നു. ആ 3 മെയിൻ സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർട്ടി വിൻഡോ, പ്രൊജക്ട് ബ്രൗസർ ആൻഡ് ഡ്രോയിങ് ഏരിയ. ഇതാണ് പ്രോപ്പർട്ടി വിൻഡോ, അല്ലെ പ്രോപ്പർട്ടി പാലറ്റ് എന്ന് പറയും. നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ വിൻഡോ ഇവിടെ കാണില്ല. ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 3 രീതിയിൽ പ്രോപ്പർട്ടി വിൻഡോ ഓപ്പൺ ചെയ്യാം. ഒന്ന് കീബോർഡ് ഷോർട്ട് കട്ടാണ്. PP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി വിൻഡോ വരും. അതല്ലെങ്കിൽ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക, അപ്പോൾ പ്രോപ്പർട്ടി വിൻഡോ വരും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റിബൺ മെനുവിൽ വ്യൂ സെലക്ട് ചെയ്യുക, ദെൻ യൂസർ ഇൻ്റർഫേസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് പ്രോപ്പർട്ടീസ് ടിക്ക് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൻഡോ ഓപ്പൺ ആയി വരും. എന്താണ് പ്രോപ്പർട്ടി വിൻഡോയുടെ യൂസ്? നമ്മളിപ്പോൾ ഒരു റിബറ്റിനകത്ത് എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കിയാലും അല്ലെ എന്ത് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുക. അത് പ്രോപ്പർട്ടി വിൻഡോയ്ക്കകത്താണ്. അതായത് നിങ്ങളിപ്പം അതിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്യാം, പിന്നെ ലെവൽ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, പിന്നെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ലെങ്ത്, വിഡ്ത്ത്, ബ്രെഡ്ത്ത് ഇതെല്ലാം ചേഞ്ച് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടി വിൻഡോ എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മൾ കണ്ടത്. അത് മിസ്സായി പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് ഇമ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂസർ വ്യൂവിൽ യൂസർ ഇന്റർഫേസിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ വരും, PP എന്ന് കമന്റ് അടിച്ചാൽ വരാൻ പറ്റും. അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ എലമെന്റ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ സ്കെയിൽ, അതിന്റെ ലെങ്ത് ഒക്കെ മാറ്റണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് പ്രോപ്പർട്ടി വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റിവിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഓട്ടോകാഡിൽ മാത്രം നിങ്ങൾ സ്റ്റിക്ക് ചെയ്തിട്ട് കാര്യമില്ല. ആസ് എ സിവിൽ എഞ്ചിനീയേഴ്സ് നല്ല അഡ്വാൻസ് ലെവലിൽ പോകുമ്പോൾ റിവിറ്റിന് നല്ല സ്കോപ്പാണ്. അപ്പോൾ റിവിറ്റ് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈവൻ GCCയിലൊക്കെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ റിവിറ്റ് അറിയുന്ന ആളുകൾക്ക് നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈവൻ റിവിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ മാത്രം നിങ്ങളെ എക്സ്പെർട്ടൈസ് ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ ഈവൻ നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ലിങ്ക്ഡിൻ അക്കൗണ്ട് എത്ര പേർക്കുണ്ട്? ലിങ്ക്ഡിൻ ഭദ്രക്ക് മാത്രമേ ഉള്ളൂ, വേറെ? ഹലോ, ലിങ്ക്ഡിനുള്ള ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ആരുമില്ലേ? ലിങ്ക്ഡിൻ ആരുമില്ലേ? ആ, കുറച്ച് പേരുണ്ട്. ഓക്കെ, 9-10 പേരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ലിങ്ക്ഡിനിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യും റെവിറ്റ് വാക്കൻസീസ്, റെവിറ്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ലിങ്ക്ഡിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെവിറ്റ് എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഇപ്പോഴേ നിങ്ങളിപ്പോൾ S2 S3 ഒക്കെ പഠിക്കുന്ന ആളുകൾ തന്നെ ഓട്ടോകാഡ് മസ്റ്റ് ആയിട്ട് ആദ്യം പഠിക്കുക. ബേസിക് നോളജ് ആണ് ഓട്ടോകാഡ് എന്നുള്ളത്. ഓക്കെ, ഓട്ടോകാഡിന്റെ അഡ്വാൻസ് ലെവലിലാണ് ബാക്കിയുള്ള സോഫ്റ്റ്വെയർ. ഇപ്പൊ BIM എന്നുള്ള ഒരു ശാഖ ഉണ്ട്, അറിയോ? BIM പറഞ്ഞാൽ എന്താ അറിയോ? ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. കേട്ടിട്ടുണ്ടോ? S7 പിള്ളേരൊക്കെ കേട്ടിട്ടുണ്ടാവും. S3 അറിഞ്ഞിരിക്കുക. S3 S4. അപ്പൊ BIM പറഞ്ഞ സംഗതി ഉണ്ട് നിങ്ങൾക്ക്. BIMന്റെ അതെ, ബിൽഡിംഗ് ഇൻഫർമേഷൻ അതിന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ട് തോന്നുന്നുണ്ട് BIM-ല്. ഓക്കെ, അപ്പം BIM പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റെവിറ്റ് പഠിക്കാനുണ്ടാവും. ഓക്കെ, BIM-ല് വരുന്ന ഒരു ടൂളാണ് റെവിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെവിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡ്രോയിങ് വരയ്ക്കാം, ആർക്കിടെക്ചറൽ ഡ്രോയിങ് വരയ്ക്കാം, MEP ഡ്രോയിങ് വരയ്ക്കാം, അതിന്റെ 3D വിഷ്വൽസ് നിങ്ങൾക്കൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്ന് നിങ്ങൾ സ്വയം ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എക്സ്പെർട്ടൈസ് ആകാൻ പറ്റും. എത്രത്തോളം കമന്റുകളും ഇതിനെ എത്രത്തോളം ഈ ടൂള് മനസ്സിലാക്കുന്നു, എത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറിന്റെ ഈ ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഓരോ പെർട്ടിക്കുലർ ഇപ്പോൾ ഇതിൽ വ്യൂ എന്ന ടാബ് ഉണ്ട്, കൊളാബറേറ്റ് എന്ന ടാബിൾ, അനാലിസിസ് എന്ന ടാബിൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഇതിന്റെ പേർപ്പസ്, അതിൽ പറയുന്ന ഓരോ എലമെന്റ്സും അതിന്റെ ഐക്കൺസും കമന്റുകളും ടൂൾ മെനുവിൽ ഇതെന്താണെന്നുള്ള മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രോയിങ് ആണ് വരിക. ഡ്രോയിങ്ങിൽ പിന്നെ നമ്മളെ കൺസെപ്റ്റ്, നമ്മളെ ഐഡിയാസ്, നമ്മളെ നോളജ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൂൾ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു 2D പ്ലാൻ കിട്ടി, അങ്ങനെ 3D ആക്കാം, അതിന്റെ ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പിന്നെ ഇതിൽ തരുന്ന ഓരോ ഇൻഫർമേഷൻ എന്താണെന്നുള്ള മനസ്സിലാക്കാം. ഇത് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓരോ ടൂളുകൾ എന്താണെന്നുള്ള പഠിച്ചു വെക്കുക, അതിങ്ങനെ വർക്ക് ചെയ്യണം, അതിന്റെ കമന്റുകൾ എന്താണ്, ടൂളുകൾ മാക്സിമം ചെയ്ത് പ്രാക്ടീസായി നമ്മുടെ മൈൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഡ്രോയിങ് എളുപ്പമാവും.
കൺസെപ്റ്റ് ബിൽഡ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു പ്ലാൻ എന്നാൽ എന്താണ്, അതിന്റെ സെക്ഷൻ പറഞ്ഞാൽ എന്താണ്, ഒരു ഈ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ലിൻഡലിന്റെ തിക്നെസ് എത്രയാണ്, ഫൗണ്ടേഷന്റെ തിക്നെസ് എത്ര വരും. അപ്പൊ ഈ ഇമാജിനേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ നിങ്ങൾക്ക് മൈൻഡിൽ ഇത് വരയ്ക്കണം. ഇപ്പൊ വീട്ടിൽ നിങ്ങളൊരു ഡ്രോയിങ് വരയ്ക്കുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റണം. ഒരു ഞാൻ വരച്ചിട്ടുള്ള പ്ലാൻ 3D മോഡൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മൈൻഡിൽ വിഷ്വൽ ചെയ്യാൻ പറ്റണം ആദ്യം. എന്നിട്ട് അതാണ് ആദ്യം മനസ്സിലാണ് നമ്മൾ ഡ്രോയിങ് ഉണ്ടാക്കേണ്ടത്, എന്നിട്ടാണ് പേപ്പറിലാക്കുക അല്ലേ. അപ്പൊ അതുപോലെ മനസ്സിലുള്ള കാര്യം ആണ് നിങ്ങൾ റിവീലിലൂടെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മളെ മനസ്സിലുള്ള വിഷ്വൽ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ക്ലയന്റിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പം എസ് എൻ എഞ്ചിനീയർ എന്ന ലെവലിൽ നമ്മൾ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ ഡയമെൻഷനിലി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ ആർക്കും പിക്ചേഴ്സും ഡ്രോയിങ്സും അറിയുന്ന ടൂൾ ആർക്കും 3D മോഡൽ ഇതിനകത്താം. ബട്ട് ഒരു എഞ്ചിനീയർ ചെയ്യുമ്പോൾ എന്തായാലും പ്രത്യേകത ഡയമെൻഷനിലാണ് വരക്കല്ലേ, ഇത്ര ഡിസ്റ്റൻസിൽ, ഇത്ര മെഷറിൽ, ഇത്ര തിക്നെസ്സിൽ. ഇത് പ്രോപ്പർ ആകുമ്പോഴാണ് എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നത് പ്രോപ്പർട്ടി വിൻഡോയ്ക്കകത്താണ്. ഞാനിപ്പോൾ ഒരു പ്ലാൻ ഓപ്പൺ ചെയ്തു. നമ്മൾ ഓട്ടോകാഡിൽ വരച്ചിട്ടുള്ള 2D പ്ലാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഒരു പ്ലാനാണ് ഇവിടെ പഠിക്കാം. ഇപ്പം ഞാൻ എന്താണ് പ്രോപ്പർട്ടി വിൻഡോ, അതിന്റെ യൂസ് എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പ്ലാൻ ഓപ്പൺ ചെയ്തത്. ഞാനിപ്പം നമ്മുടെ പ്ലാനിൽ നിന്ന് ഒരു വോൾ സെലക്ട് ചെയ്തു. അതെ, അപ്പം ആ വോളിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പ്രോപ്പർട്ടി വിൻഡോയിൽ വരുന്നത്. അതായത് അതിന്റെ ബേസിക് ഓഫ്സെറ്റ്, കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, ഡയമെൻഷൻ ഒക്കെ. അതുപോലെ തന്നെ ഞാനിപ്പം ഏത് വോളാണ് യൂസ് ചെയ്തതെന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ബേസിക് വോൾ ജനറേറ്റ് 200 mm വോളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം 300 mm അത് സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്തത് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും കണ്ടോ, പ്രോപ്പർട്ടി വിൻഡോസിൽ നമ്മൾ നിലവിൽ ഇമ്പോർട്ട് ചെയ്ത പ്ലാനിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റാൻ പറ്റും. 200 mm 20 mm വാളായിരുന്നു നമ്മൾ ഓട്ടോകാഡിൽ വരച്ചിരുന്നത്. 30 mm വാളാക്കണമെങ്കിൽ അല്ലെങ്കിൽ 30 cm വാളാക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ മാറ്റാൻ പറ്റും. പ്രോപ്പർട്ടി വിൻഡോ വെച്ചിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. പഴയത് പറ്റിയാക്കി 200 mm പഴയ പോലെ ആയി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എഡിറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈപ്പ് പ്രോപ്പർട്ടി വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. പലതിനും പലതായിരിക്കും. ഇപ്പോൾ ഗോൾഡ് പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഡോറിൻ്റെ വരുന്നത്, ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല വിൻഡോയുടെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം വോൾ സെലക്ട് ചെയ്തു, എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്തു. അപ്പം ടൈപ്പ് പ്രോപ്പർട്ടി വിൻഡോ വന്നു. ടൈപ്പ് പ്രോപ്പർട്ടീസിൽ ഫാമിലി, സിസ്റ്റം ഫാമിലി ബേസിക് വോളാണ് നമ്മൾ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടില്ലേ, ഈ സെയിം തന്നെയാണ് ടൈപ്പ് ഉൾപ്പെടുന്നത്. അതായത് ജനറിക് വോൾ 200 mm അല്ലെ 140 mm അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. 200 സെലക്ട് ചെയ്തു. പിന്നെ വരുന്നത് ടൈപ്പ് പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പം എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 30 കൊടുത്തു. 30 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. നമ്മുടെ വോൾ സൈസ് ചേഞ്ച് ആയി, 30 ആയി. ജസ്റ്റ് വീണ്ടും അവിടെ ചെല്ലുക, ടൈപ്പ് ചെല്ലുക, എഡിറ്റ് ചെയ്യുക, 30 മാറ്റി 20 ആക്കുക, ദെൻ ഓക്കെ കൊടുക്കുക, അപ്ലൈ. ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോൾ ഒരു പുതിയ വിട്ടിൽ വോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 300 mm വോൾ വേണം, അല്ലെങ്കിൽ 400 mm വോൾ വേണം. അപ്പോൾ നിങ്ങൾ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് 200 mm നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയലാണ് ഈ ജനറിക് 200 mm. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. In the ₹9 workshop that you're providing, what all do you cover? In ₹9, you'll learn how to automate your report. 400 mm ടൈപ്പ് ചെയ്തിട്ട് നെയിം കൊടുത്ത് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വേണം അതിൻ്റെ സൈസ് മാറ്റാൻ. അതായത് 20 മാറ്റി 40 കൊടുക്കുക, പിന്നെ ഓക്കെ കൊടുക്കുക. അപ്പം ഇവിടെ വന്നിട്ടുണ്ട് 400 mm. അതുപോലെ തന്നെ നിങ്ങൾ 400 mm വരയ്ക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെ 200 mm ആണെങ്കിൽ നമ്മുടെ പഴയ ഫയൽ അതും കിടപ്പുണ്ട്. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ല നിങ്ങളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ ഇവിടെ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോൾ റിവറ്റ് ഓപ്പൺ ചെയ്താലും ഈ ജനറിക് 200 mm ഫയലിനകത്ത് നിങ്ങളുടെ 40 or 30 cm ആയിരിക്കും കിടക്കുന്നത്. അതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം. നെക്സ്റ്റ് ഞാൻ ഇത് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മുടെ ഡോർ സെലക്ട് ചെയ്യാണ്. പ്രോപ്പർട്ടി വിൻഡോ മാറിയിട്ടുണ്ട്. ഇവിടെ സിൽ ഹൈറ്റും ഫ്രെയിം ടൈപ്പും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ടൈപ്പ് ചെല്ലുവാണെങ്കിൽ ഇവിടെ ടോട്ടലി എല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തിക്നെസ്സും ഹൈറ്റും ചേഞ്ച് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൻഡോസിനെ കസ്റ്റമൈസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് പുറത്തെടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് പ്രോജക്റ്റ് ബ്രൗസറിൻ്റെ കൂടെ വെക്കാം.
ഇത് ഇവിടെ സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രൊജക്ട് ബ്രൗസർ ഉണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് പ്രൊജക്ട് ബ്രൗസർ. നമ്മുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ബോക്സാണ് പ്രൊജക്ട് ബ്രൗസർ. നമ്മുടെ ഈ ഡ്രോയിങ് ഏരിയയിൽ വരുന്ന വ്യൂസ് എല്ലാം പ്രൊജക്ട് ബ്രൗസറിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഞാൻ പ്ലിന്ത് ലെവലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ വ്യൂ ആണ് ഈ വന്നിരിക്കുന്നത്. അതുപോലെ ഞാൻ ലിൻഡ് ലെവൽ സെലക്ട് ചെയ്യണം. വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ പ്ലാൻ, സീലിംഗ് പ്ലാൻ, 3D വ്യൂസ്, പിന്നെ എലിവേഷൻ, ഷെഡ്യൂൾസ്, ഷീറ്റ്, ഫാമിലി, ഗ്രൂപ്പ്, അതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് പ്രൊജക്ട് ബ്രൗസറിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഏരിയ. നമുക്കിതിനെ മിനിമൈസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം, റീസ്റ്റോർ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ റീസ്റ്റോർ ചെയ്യുകയാണ്. ഒരു ബോക്സ് പോലായി. പിന്നെ ഞാൻ ഇവിടുന്ന് ഇതിപ്പോൾ പ്ലിന്ത് ലെവലാണ്. ഞാൻ ഇപ്പം ലിൻഡ് ലെവൽ ഓപ്പൺ ചെയ്തു. അതും ഒരു വിൻഡോ പോലാണ് വരുന്നത്. അങ്ങനെ മൾട്ടി വിൻഡോ പോലാണ് ഇത് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ റൂഫ് ലെവൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ അപ്പം ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇതിനെ മാക്സിമൈസ് ചെയ്തു. ദെൻ ലിൻഡ് ലെവൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ, അതായത് ഒരു ഫുൾ വിൻഡോ ആയിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതിനെ മിനിമൈസ് ചെയ്തു, റീസ്റ്റോർ ചെയ്തു, ദെൻ ക്ലോസ് ചെയ്തു. ദെൻ നമ്മുടെ പ്ലിന്ത് ലെവൽ മാക്സിമൈസ് ചെയ്തു. നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബട്ടൺ കാണാം. അതിൻ്റെ പേരാണ് 2D വീൽ ബട്ടൺ. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ കിട്ടും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സൂം ക്ലിക്ക് ചെയ്യുക. അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് സൂം ക്ലിക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആക്കിയാൽ, അല്ലെങ്കിൽ മുകളിലോട്ടോ താഴേക്ക് ഇങ്ങനെ ആക്കിയാലും സൂം ഔട്ടും സൂം ഇൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ സൂം ചെയ്തു. പക്ഷേ എൻ്റെ ഡ്രോയിങ് കുറച്ച് താഴെയായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് മൗസ് പോയിൻ്റർ പാനിൽ കൊണ്ടുവരിക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇതേണ്ടേ, ഞാനിപ്പം കറക്റ്റിൻ്റെ സ്കെച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റിവൈൻഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് സെക്ഷൻ കാണാൻ, നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത പ്രോഗ്രഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയാണ് റിവൈൻഡ് യൂസ് ചെയ്തത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് റിവൈൻഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക. നമ്മൾ ചെയ്ത പ്രോഗ്രഷൻ നമ്മുടെ ഫസ്റ്റ് വ്യൂവിൽ വന്നിരിക്കും. ഇനി ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടോപ്പിൽ റൈറ്റ് സൈഡിൽ ക്ലോസ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഡ്രോയിങ് ഏരിയയുടെ തൊട്ട് താഴെ കാണുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഇനി പറയാം. ഫസ്റ്റ് കാണുന്ന സ്കെയിലിംഗ് ആണ്. അത് നമുക്ക് ഈ ഡ്രോയിങ്ങിനെ സ്കെയിൽ ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്യാം. രണ്ടാമത്തേത് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതാണ്. കോഡ്സ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഫൈൻ ഉണ്ട്. അത് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ പഠിക്കാം. പിന്നുള്ളത് വിഷ്വലൈസേഷനാണ്. അത് ഇങ്ങനെ പ്ലാൻ കണ്ടാൽ മനസ്സിലാവില്ല, നമുക്ക് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടോപ്പിൽ ഹോമിൻ്റെ ചിഹ്നമുണ്ട്. അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3Dയിലേക്ക് കൺവേർട്ട് ആവും. അതല്ലെങ്കിൽ പ്രോജക്റ്റ് ബ്രൗസറിൽ 3D വ്യൂസ് 3D അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. നമുക്ക് ഈ കാണുന്നത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് വിഷ്വലൈസേഷൻ. ഈ ഒരു ബോക്സ് പോലൊരു ഐക്കൺ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു, വയർ ഫ്രെയിം ആക്കി. അപ്പോൾ ഒരു സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ ഒരു വയർ ഫ്രെയിം മോഡലായി നമ്മുടെ ഡിസൈൻ. അതുപോലെ ഞാൻ ചേഞ്ച് ചെയ്തു, ഹിഡൻ ലൈൻ ആക്കി. അതുപോലെ തന്നെ ഞാനത് ഷെയ്ഡഡ് ആക്കി. അതുപോലെ ഞാൻ ചേഞ്ച് ചെയ്തു, റിയലിസ്റ്റിക്കും ആക്കി. റിയലിസ്റ്റിക് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം അതിനകത്ത് കാണിക്കും. ഞാൻ ബ്രിക്കായിരുന്നു കൊടുത്തത്, അത് കാണിക്കുന്നുണ്ട്. സണ്ണിൻ്റെ ചിഹ്നം കാണിച്ചിരിക്കുന്നത് സൺലൈറ്റിൻ്റെ പാത്ത് കാണിച്ചു കൊടുക്കാനാണ്. അതുപോലെ അടുത്തൊരു ഷാഡോ ഓൺ ഓഫ് അതിനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ റെൻഡർ ചെയ്യാനുള്ള ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് 3D വിഷ്വൽ ആക്കുക എന്നുള്ളത് ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് 3D ആക്കി മാറ്റാം. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ റെവിറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞാൽ. നമ്മൾ 2D പ്ലാൻ ഇമ്പോർട്ട് ചെയ്ത് ജസ്റ്റ് 3D അമർത്തി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡ്രോയിങ്സ് 3Dയിൽ നമുക്ക് കിട്ടും. അതിനെ പല രീതിയിൽ വയർ ഫ്രെയിം ആയിട്ടും ഷേഡോ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പല ബ്രിക്ക് അടക്കം കാണുന്ന നമ്മൾ കൊടുക്കുന്ന ഓട്ടോകൾ കൊടുത്ത മെറ്റീരിയലൊക്കെ റിയൽ ആയിട്ട് 3Dയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. റെൻഡറിങ് സെറ്റപ്പ് ചെയ്യുന്നതിനാണ് അടുത്ത ഒരു ടൂൾ തന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം, അതിൻ്റെ ക്രോപ്പ് റീജിയൻ കണ്ടുപിടിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എലമെൻ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് മാത്രമായിട്ട് ഹൈഡ് ചെയ്യാം. അതിനാണ് ഒരു ഗ്ലാസിൻ്റെ ചിഹ്നം, ടെമ്പററി ഹൈഡ് ഐസൊലേറ്റ് എന്നും പറഞ്ഞൊരു ടൂൾ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് തന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഹൈഡ് ചെയ്ത, അതായത് ബൾബിൻ്റെ ചിഹ്നം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈഡ് ചെയ്ത എലമെൻറ്റ് അൺഹൈഡ് ചെയ്യാൻ വീണ്ടും കാണാൻ ഈ ടൂൾ ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പ്രോപ്പർട്ടീസ്, ഡ്രോയിങ് വിൻഡോ, പിന്നെ പ്രോജക്റ്റ് ബ്രൗസറിനെ കുറിച്ച് പറയാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. മാം, എനിക്ക് ഈ ആസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല, കണ്ടറിയുന്നു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞത് സോഫ്റ്റ്വെയറിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടൂൾസിനെ കുറിച്ചും ടൂൾ ബാറിനെ കുറിച്ചും വിൻഡോയെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനെ കുറിച്ചാണ്. ആ ഡിസൈനിലേക്ക് വരുമ്പം അതിന് എന്തൊക്കെ വേണം, പിന്നെ ലെവൽസ് അതുപോലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് ലെവൽസിനെ കുറിച്ചാണ്. ലെവൽസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ്, എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ നോക്കാം. ലെവൽസ് എന്ന് പറയുമ്പം 2D ഡേറ്റം ലൈനാണ്. നിങ്ങൾക്കത് ഒരിക്കലും 3Dയിലോ അല്ലെങ്കിൽ പ്ലാനിലോ കാണാൻ പറ്റില്ല. നിങ്ങൾക്കത് എലിവേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽസ് എവിടെ നിന്ന് കാണാൻ കഴിയൂ. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സാമ്പിൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ലെവൽസ്, അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ലെവൽസ് അപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടാവും, പ്രൊജക്റ്റ് ബ്രൗസറിൽ കാണുന്നുണ്ടാവും അല്ലേ. പല ഫ്ലോർ ലെവലുണ്ട്, ഫ്ലോർ പ്ലാൻസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രൗണ്ട് ലെവല്, ലിൻഡൽ ലെവല്, പ്ലിന്ത് ലെവല്, അങ്ങനെ പല ലെവൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലെവൽസിനെ കുറിച്ചാണ് എല്ലാം പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 3D ആണ് സംഗതിയാണ്. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് 3D വ്യൂ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ലെവൽസ് കാണാൻ പറ്റില്ല. അതുപോലെ ഞാനിപ്പം പ്ലാൻസ് എടുത്തു, അതിൻ്റെ പ്ലിന്ത് ലെവലിലുള്ള പ്ലാൻ എടുത്തു. അതിൽ ലെവൽ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ലെവൽ കാണാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ എലിവേഷൻ ഓപ്പൺ ചെയ്യുക. അത് ഈസ്റ്റ് ആയാലും നോർത്ത് ആയാലും സൗത്ത് ആയാലും വെസ്റ്റ് ആയാലും വിഷയം ഇല്ല. ഇപ്പം ഞാൻ സൗത്തിലെ എലിവേഷൻ എടുക്കുകയാണ്. ഈ കാണുന്ന ഡേറ്റം ലൈനെയാണ് ലെവൽസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഞാനൊരു 5 ലെവൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ലെവൽ, പ്ലിന്ത്, ലിൻഡൽ ലെവൽ, റൂഫ് സർഫസ്, അങ്ങനെ ഒരു 5 ലെവൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എവിടെയാണ് ലെവൽസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലെവൽ ഹൈറ്റ് കാണും. അതായത് നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്ലിന്ത് ലെവൽ വരെ ഒരു ഹൈറ്റ് കാണും. പ്ലിന്ത് ലെവലിൽ നിന്ന് നിങ്ങളുടെ ലിൻഡൽ ലെവൽ വരെ ഒരു ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലിൻഡൽ ലെവലിൽ നിന്ന് റൂഫ് ലെവൽ, അങ്ങനെ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെവൽസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ ലെവൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തു. നിങ്ങളിപ്പം ഡീഫോൾട്ട് മെട്രിക്കിൽ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് അല്ല ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കണം. കാരണം ആ യൂണിറ്റ് വെച്ചാണ് നമ്മൾ ലെവൽ സെറ്റ് ചെയ്യുന്നത്. UN ടൈപ്പ് ചെയ്തു, യൂണിറ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഡ്രോയിങ് പ്ലാൻ വരക്കുമ്പോൾ ഓട്ടോക്കാർഡിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ UN ആണ് അടിക്കേണ്ടത്. വേറെ ഒന്നും സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിപ്പം ലെവൽ മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ലെങ്ത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, ദെൻ ഓക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ഇപ്പം ഡ്രോയിങ് ഏരിയ. ഇതിപ്പം ഫ്ലോർ പ്ലാനിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് ഫ്ലോർ പ്ലാനാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഞാനിപ്പം അത് എലിവേഷൻ ഓപ്പൺ ചെയ്തു, സൗത്ത് ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ നോർമൽ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ലെവൽ. ഞാനിപ്പം ലെവൽ 1 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൊടുത്തു, GL, ദെൻ എൻ്റർ കൊടുത്തു. അപ്പം ചോദിക്കും വുഡ് യു ലൈക്ക് ടു റീനെയിം കറസ്പോണ്ടിങ് വ്യൂസ്. ദെൻ അത് ഓക്കെ കൊടുത്താൽ, യെസ് കൊടുത്താൽ ഇവിടെ നെയിം ചേഞ്ച് ആവും. അതായത് ഫ്ലോർ പ്ലാനിൽ നെയിം ചേഞ്ച് ആവും GL എന്ന്. അത് കൊടുത്തില്ല എങ്കിൽ അത് നെയിം ചേഞ്ച് ആവില്ല, ലെവൽ 1 തന്നെ കിടക്കും. അപ്പം നെയിം ചേഞ്ച് ആവുന്നതാണ് നമുക്കും കണ്ടുപിടിക്കാൻ എളുപ്പം. അതുപോലെ ഞാൻ ലെവൽ 2 അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് വീടിന്റെ ഒക്കെ ലെവലുകൾ നമ്മൾ പറഞ്ഞു, സെക്ഷൻ വരച്ചപ്പോൾ നമ്മൾ കണ്ടു അല്ലേ. ഫൗണ്ടേഷൻ ലെവല്, അതായത് ഫ്ലോർ വന്നു, ഫ്ലോറിന് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ലിൻഡലിന്റെ ഹൈറ്റ്, ലിൻഡലിന്റെ, അപ്പൊ ആ ലെവലുകളാണ്. എലിവേഷൻ എടുത്താലേ നമുക്ക് കറക്റ്റ് ലെവൽസ് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് എലിവേഷനിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ പ്ലാനിൽ അതിന്റെ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലിന്ത് ലെവൽ TL കൊടുത്തു, ദെൻ എൻ്റർ കൊടുത്തു, യെസ് കൊടുത്തു. നമുക്കിപ്പോൾ ഇവിടെ കാണാം ഗ്രൗണ്ട് ലെവൽ 00 സെൻറ്റിമീറ്ററിലാണ്, 0.00 സെൻറ്റിമീറ്ററിലാണ് സെറ്റ് ആയിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം നമ്മുടെ പ്ലിന്ത് ലെവൽ വരേണ്ടത്. അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 45 സെറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഈ 400 സെൻറ്റിമീറ്റർ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 45 ടൈപ്പ് ചെയ്യുക, പിന്നെ എൻ്റർ കൊടുക്കുക. അത് 45 സെൻറ്റിമീറ്ററിൽ സെറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം വരും, ഇവിടെ GL എന്ന് കാണിക്കുന്നില്ല, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കാണിക്കുന്നില്ല, നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് ആണ്, സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ മാർക്കിംഗ് എന്താണെന്ന് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് മാറ്റി വെക്കുക. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്ത് മുകളിലേക്കോ എവിടേക്കെങ്കിലും മാറ്റി വെക്കുക. മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് ഇത് കാണാം. നിങ്ങൾക്കിപ്പോൾ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 2 രീതിയിൽ ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. ഒന്ന് സൗണ്ട് ഇല്ലേ? ഒന്നുകൂടെ കൂട്ടിയാൽ കൊള്ളായിരുന്നു. കീബോർഡ് ഷോർട്ട് കട്ടായി LL ടൈപ്പ് ചെയ്ത് ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ ആർക്കിടെക്ചർ ടാബിനകത്ത് ഇവിടെ ലെവൽ ഡേറ്റം മെനുവിനകത്ത് ലെവൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ലെവൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇനി എങ്ങനെ പുതിയൊരു ലെവൽ വരയ്ക്കാമെന്ന് നോക്കാം. ഞാനിപ്പം ലെവൽ ടൂൾ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാനിപ്പം പിക്ക് ലൈൻ ചൂസ് ചെയ്തു. പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് എനിക്ക് പ്ലിന്ത് ലെവലിൽ നിന്ന് 210 ഹൈറ്റിലാണ് എൻ്റെ ഹലോ, സ്ക്രീൻ കാണുന്നില്ലേ? ആരും ഇതൊന്നും പറയട്ടെ. സ്ക്രീൻ പോയോ? ഓക്കെ, ആരും അത് പറയട്ടെ. യെസ്, അപ്പോൾ ഇതാണ് റെവിറ്റ്. ഓക്കെ, റെവിറ്റ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ലെവൽസ് ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 0 ലെവലിൽ നമ്മൾ തുടങ്ങി. ലെവൽ അല്ലെ, തറ നിൽക്കുന്ന ലെവലാണ് 45 സെൻറ്റിമീറ്റർ വരിക. ഇതിൻ്റെ ലെവലിലോട്ട് നമ്മൾ വന്നു. അവിടുന്ന് അങ്ങോട്ട് ടോട്ടൽ എത്ര 45ലാണ് തറ അല്ലേ. തറ നിൽക്കുന്ന ലെവലിലാണ് പ്ലിന്ത് ലെവൽ എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് ലെന്തിൽ വരെ 210 ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ 255 ടോട്ടൽ വരും. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണ് ലിൻഡ് ലെവൽ. പിന്നെയാണ് റൂഫ് ലെവൽ. ഈ ലെവൽസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ റെവിറ്റിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ലെവൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെവലിൽ നമുക്ക് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഓവറോൾ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് അധികം സമയമില്ല.
റെവിറ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന സാധനമല്ല. ഓക്കെ, നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനൊരു ഇൻട്രോ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂസ്ഫുൾ ആയോ ഇന്നത്തെ ക്ലാസ്? ഏകദേശം റെവിറ്റിനെ കുറിച്ചൊരു മിനിമം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്താണ് റെവിറ്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു മിനിമം ഒരു കംപ്ലീറ്റ് ഒന്നും അറിയില്ല. നിങ്ങൾ എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ബട്ട് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ യൂസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ടൂളുകളുണ്ട് എന്നുള്ള മിനിമം ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. എൻ്റെ ലാപ്പ് വർക്കൗട്ട് ആകുന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വന്നത്. പക്ഷേ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഓക്കെ, എനിവേ താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്തതിന് സഹകരിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, എനിവേ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ 3D മോഡൽ എങ്ങനെ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും നിങ്ങൾ സെൽഫ് എഫേർട്ട് എടുത്ത് പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോകാഡ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഓട്ടോകാഡിന് പുറമെ നിങ്ങൾക്ക് റിവിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അതിലൊന്ന് എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വർക്ക് ചെയ്യുന്ന 4 lakh മാസം സാലറി വാങ്ങുന്ന ലെവലിലൊക്കെ റെവിറ്റ് മാത്രം പഠിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റെവിറ്റിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചാൽ ഇപ്പോൾ AI കാലഘട്ടമാണല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അതിനും AI ഒക്കെ വരും. അപ്പോഴേ നിങ്ങൾ പഠിച്ച് സെറ്റായി നിങ്ങൾ AI വന്നാലും അതിനേക്കാൾ അപ്പർ അടിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റണം. AI ടൂളുകൾ വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ AI വന്നു തുടങ്ങുന്നേ ഉള്ളൂ, സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ. അപ്പോൾ AI വരുമ്പോൾ AI-നേക്കാളും അപ്പർ നമുക്ക് എന്ത് ചെയ്യണം, അതിന് നോളജും സ്കില്ലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഡ്രോയിങ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന ഇപ്പോൾ S3 S2 പഠിക്കുന്ന സാധനം ചിലപ്പോൾ S4 എത്തുമ്പോൾ ചിലപ്പം കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന അത്രയും ഫാസ്റ്റാണ് വേൾഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്ഡേറ്റ് ആകുക എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ വെറും കോളേജ് വെറും വൈബ് മാത്രം നോക്കിയാൽ പോരാ. അറ്റ് ദ എൻഡ് ഓഫ് ദ 4th ഇയർ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വാല്യൂ, നിങ്ങളുടെ സ്കില്ല്, അല്ലെങ്കിൽ വെറും സർട്ടിഫിക്കറ്റ് ഡിഗ്രി കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സ്കില്ലിനാണ് എല്ലാ കമ്പനീസും നോക്കുക. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, സ്കില്ല് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, നിങ്ങൾ ചെയ്ത വർക്കുകൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈവൻ സപ്ലി ഉണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടാൻ വേണമെന്നല്ല, പക്ഷെ സപ്ലി ഉള്ളവരെ ക്ലിയർ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, BTech കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ നല്ല മാർക്കൊന്നും വിഷയമല്ല, നിങ്ങൾ വർക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എക്സാമിന് വേണ്ടിയിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ലൈഫിൽ ഉപകാരപ്പെടണം, നിങ്ങൾ കരിയറിൽ ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായിട്ട് ധാരണയോട് കൂടി റെവിറ്റ് എന്ന സോഫ്റ്റ്വെയറുകൾ അതിൻ്റെ യൂസ് എന്താണ്, ഓട്ടോകാഡിൻ്റെ യൂസ് എന്താണ്, അത് പഠിച്ചാൽ അതിൽ വെച്ച് എങ്ങനെ ഡ്രോയിങ് ചെയ്യും, കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോയി എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഏത് ചോദ്യം വന്നാലും എളുപ്പമാണ്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ആയിരുന്നു. പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം തലേന്ന് നോക്കി പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഒന്നും കൂടി മൈൻഡായിട്ട് ചിന്തിച്ച് പഠിക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് ഒരു പണി ഉണ്ടാവില്ല. നിങ്ങൾ ആ കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാനേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഫ്യൂച്ചർ, നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് 4th ഇയർ കഴിയുമ്പോൾ ഏത് കമ്പനിയിൽ കയറണം, അല്ലെങ്കിൽ ഏത് ജോലിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ലിങ്ക്ഡിനും ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഡിമാൻഡുള്ള സ്കോപ്പുള്ളൊരു മേഖലയാണെന്ന് അല്ലേ. യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്തിന് നമ്മളെ സമയത്തൊന്നും അത്ര അവസരങ്ങളില്ലെങ്കിൽ നമ്മളതും ഇപ്പം അങ്ങനെയല്ല, അൺലിമിറ്റഡ് പൊട്ടൻഷ്യലാണ് നിങ്ങൾക്ക്. ആർക്കും കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ പറ്റുന്ന അവസരം. അപ്പോൾ നിങ്ങൾ കോളേജ് ലൈഫുകൾ നിങ്ങൾക്ക് കോണ്ടന്റ്സ് നിങ്ങൾ പഠിക്കുന്നത്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ട ടിപ്സ്, ട്രിക്ക്, സോഫ്റ്റ്വെയറുകൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അറ്റ് എൻഡ് ഓഫ് 4th ഇയർ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇങ്ങോട്ട് കമ്പനികൾ നിങ്ങളെ സ്കില്ല് കണ്ടിട്ട് വിളിക്കുന്ന ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഓട്ടോകാഡിൽ മാത്രം നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത് ഓട്ടോകാഡിൻ്റെ ഓരോ ടൂള് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാം. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളെ പോർട്ട്ഫോളിയോയിൽ വർക്കുമാണ് കമ്പനീസ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എത്ര മാർക്ക് ഉണ്ട് നോക്കൂല. ഓക്കെ,
അപ്പോൾ അത് മനസ്സിലാക്കുക. ഡിഗ്രി ഈസ് നോട്ട് എ മാറ്റർ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈലും ക്വാളിഫിക്കേഷനും വിലയിരുത്താൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ബിയോണ്ട് ദാറ്റ് നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത് സെറ്റാക്കുക. വെറും പുസ്തകപ്പുഴുക്കളെ പോലെ എന്ത് ചെയ്യുക, കോളേജും പാഠപുസ്തകം മാത്രമല്ല കോളേജിലുള്ള എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. എല്ലാം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നെഗറ്റീവ്സിലോട്ട് പോവാതെ നമുക്ക് നമ്മുടെ ലൈഫിലും കരിയറിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ലെവലിലെ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്യുക. നല്ല ഈവൻ ടെക്നിക്കൽ സ്കില്ല് മാത്രമല്ല, സോഫ്റ്റ് സ്കില്ലായാലും നല്ല കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. നല്ല ക്ലബ്ബുകൾ ഉണ്ടാവും, IITC ക്ലബ്ബ് ഉണ്ടാവും, റോബോട്ടിക്സ് ക്ലബ്ബ്, ഒയാസിസ് പോലെയുള്ള പീനിയം പാലിയേറ്റീവ് പോലെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സോഷ്യലി ആൻഡ് ടെക്നോളജിക്കലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ളൊക്കെ ഒരു വേദിയാണ് കോളേജ് എന്നുള്ളത്. വെറും പഠിക്കാൻ മാത്രമല്ല, കളിക്കാൻ മാത്രമല്ല, എല്ലാം കൂടി എസ് എ സോഷ്യൽ, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് നമ്മളോട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, സൊസൈറ്റിയോടുണ്ട്, നമ്മൾ വീട്ടുകാരോടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നേറാൻ പറ്റണം. അപ്പോൾ ഒപ്പം തന്നെ നമ്മളെ കരിയറിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നേറുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു വ്യക്തിത്വം ആകാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് നല്ല സ്കില്ലും നോളജും മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് സോഫ്റ്റ് സ്കില്ലടക്കം വേണം നമുക്ക് അല്ലേ. നമ്മളെ കമ്മ്യൂണിക്കേഷനിലായാലും നമ്മളെ പെരുമാറ്റമായാലും ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവരോട് അയ്യെന്ന് പറയിപ്പിക്കുന്ന ലെവലിൽ എന്ത് ചെയ്യരുത്, മാറാതിരിക്കുക. എന്നൊക്കെ നല്ല ശ്രദ്ധിക്കുക. ഈവൻ നമുക്കറിയാം ലോക വേൾഡ് ലഹരി വിരുദ്ധ ഡേ ആണെന്ന്. ഓക്കെ, ആൻറ്റി ഡ്രഗ് ഡേ ആണ്. അപ്പോൾ അത്തരം കോളേജുകളിലൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഇവിടെ ഉണ്ടാവും അല്ലേ. നിങ്ങൾ കോളേജിലൊക്കെ ലഹരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകൾക്കൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അപ്പോൾ കാര്യങ്ങളോട് പോകാതിരിക്കുക. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളെ അച്ഛനമ്മമാർ നിങ്ങളെ കോളേജിലോട്ടൊക്കെ വിടുന്നത്. നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ അല്ലേ, അത്യാവശ്യം മാർക്കോട് കൂടി തന്നെ കോളേജിലൊക്കെ കയറിയിട്ട്, എസ്പെഷ്യലി ഗവൺമെൻറ് കോളേജസിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങൾ കോളേജിൽ വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോവാതെ പോസിറ്റീവായിട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് വൈബ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിലോട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നല്ല ക്യാരക്ടർ ബിൽഡ് ചെയ്യുക. ഇത്തരം ലഹരിക്കെതിരെ നിങ്ങളും പോരാടാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആരെങ്കിലും ഇപ്പം നമ്മളൊക്കെ ഗവൺമെൻറ് പ്രത്യേകം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, ഗവൺമെൻറ് സപ്പോർട്ട്, സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആസ് എൻ ഇന്റേൺഷിപ്പ് എന്ന ലെവലിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മോറോവർ നിങ്ങളെ കരിക്കുലം അതുപോലെ തന്നെ അക്കാഡമിക്സിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കോളേജ് ലെവലിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ 4th ഇയർ കഴിഞ്ഞവർക്ക് അത് കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഇനി 3 വർഷം പെൻഡിങ് ആണ്. അപ്പോൾ അതിന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് കാര്യങ്ങളോട്ട് പോകാതിരിക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ 4th ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റണം. മെമ്മറീസ് മാത്രമായിട്ട് കാര്യമില്ല, ഒപ്പം നിങ്ങൾ കരിയറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ വിലപ്പെട്ടൊരു ഫീഡ്ബാക്ക്, 1-2 ആളുകളുടെ ഫീഡ്ബാക്ക് ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ വിൽ ബി വെരി യൂസ്ഫുൾ. മുനീറ മാഡം ഇവിടെ ഉണ്ടോ? മുനീറ കോർഡിനേറ്റർ മുനീറ ഇവിടെ ഉണ്ടോ? നമ്മുടെ ഓക്കെ, എനിവേ നിങ്ങൾ ഓക്കെ, ആരെങ്കിലും ഒരാൾ ഫീഡ്ബാക്ക് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഹലോ, ക്യാമറ ഓൺ ആക്കാൻ പറ്റുമെങ്കിൽ ഓൺ ആക്കുക. ഒരു 3 പേര്, ഗേൾസ് നിന്ന് 2 പേരും ബോയ്സ് നിന്ന് 2 പേരും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം? കഴിഞ്ഞ 2 വീക്സ് ആയില്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കാം. ആരെ പേരെടുത്ത് വിളിക്കണോ? യെസ്, ഭദ്ര ഒന്ന് മൈക്ക് ഓൺ ആക്കി നമ്മൾ നല്ലൊരു ഫീഡ്ബാക്ക് ഒന്ന് പറ. സർ, ഒന്ന് പേര്, ഫുൾ പേരൊന്ന് പറ. എൻ്റെ പേര് ഭദ്ര തമ്പി വി. യെസ്, ഏതാ കോളേജ്? LBS ട്രിവാൻഡ്രം. LBS ട്രിവാൻഡ്രം ആണ് അല്ലേ. അപ്പൊ പറ, എന്തായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, കിനൈറ്റ്സിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. പ്രോഗ്രാം നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഓട്ടോകാഡിന്റെ ബേസിക്സ് തൊട്ട് ഭയങ്കര ഡൗട്ട് ആയിരുന്നു ഫസ്റ്റ് ഇയർ തൊട്ട്.
അപ്പൊ ഒരുപാട് ക്ലാസ്സസ് തപ്പിയിട്ട് ഫൈനലി ഇത്രയും ക്ലിയർ ആയിട്ട് ഇപ്പോഴാണ് സർ ക്ലാസ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റിയോ? അതെ സർ. ഓക്കെ, നമ്മൾ 30 ടൂൾസ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കും. ഏതാ സെമസ്റ്റർ ഏതായിരുന്നു? S7. S7 ആണ്. കോളേജിൽ S3 പഠിച്ചിട്ടുള്ളത്? S3. S3 നമ്മുടെ ഓട്ടോകാഡ്. അപ്പോൾ പിന്നെ S7 പിന്നീട് നിങ്ങൾക്ക് പിന്നെ ഓട്ടോകാഡ് യൂസ് ചെയ്യേണ്ട രീതികൾ ഉണ്ടായിരുന്നോ? വർക്ക് പ്രൊജക്ട് എന്തെങ്കിലും? S6 ചെയ്യണമായിരുന്നു സർ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്റേൺഷിപ്പിനെ കുറിച്ച് അപ്പോൾ നമ്മളെ കിനൈറ്റ്സ് അക്കാദമി വേറെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂലേ? പറ്റും സർ, ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു ഭദ്ര. യെസ്, ഓക്കെ, താങ്ക് യു. അടുത്തൊരാൾ ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഓക്കെ, ആരെ വിളിക്കേണ്ടത്? വസീം ഒന്ന് പറ, എങ്ങനെ ഉണ്ടായിരുന്നു കിനൈറ്റ്സിന്റെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം? കൊള്ളായിരുന്നു സാറേ. ആക്ച്വലി ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അല്ല, ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് TK കോളേജിൽ. ഓക്കെ, എനിക്ക് ആദ്യം മുതലേ ഓട്ടോകാഡ് അതേപോലെ വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ പഠിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം അത് കിട്ടുന്നില്ല. പക്ഷെ ഇതിൽ കൂടെ അത് സാധിച്ചു. അത് നല്ലൊരു കാര്യം. നല്ലത് മനസ്സിലാക്കാൻ പറ്റിയ ടൂൾസും കാര്യങ്ങളും. മനസ്സിലാക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് വസീം. യെസ്, ഒരാളും കൂടി, കൃഷ്ണപ്രിയ പറ. ഞാൻ S2 കഴിഞ്ഞിപ്പോ S3 ആയതേ ഉള്ളൂ സാർ. ഓക്കെ, ഏതാ കോളേജ് ഏതാ? NSS കോളേജ് പാലക്കാട്. യെസ്, ഓക്കെ. അപ്പൊ എനിക്ക് ഓട്ടോകാഡിനെ കുറിച്ച് ബേസിക്സ് കുറച്ചേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ക്ലാസ് കണ്ടാണ് എല്ലാം മനസ്സിലായത്. ഓക്കെ, പേഴ്സണലി എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓട്ടോകാഡിന് ഇങ്ങനത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ കോളേജിൽ നിന്ന് ടീച്ചേഴ്സിന് അത്രയ്ക്ക് പറഞ്ഞു തരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു. ഒരാളും കൂടി ബോയ്സ്, ഇബ്രാഹിം പറ. ഇബ്രാഹിം, വേറെ ആരാണ്? ബാസിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്. യെസ്, ബാസിൽ ഏതാ കോളേജ്? ഞാൻ ആദിശങ്കര. ഓക്കെ, സെമിസ്റ്റർ ഏതാ? ഞാൻ +5 സ്വയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം? നല്ലതായിരുന്നു. എടുത്തതൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് അത് ചെയ്ത് കാണിച്ചു തന്നതുകൊണ്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ബാസിൽ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ റിവ്യൂ നിങ്ങൾ എല്ലാവരും ഇടുക, ഒന്നും കൂടി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കിനൈറ്റ്സ് അക്കാദമിയുടെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യാൻ ആരും മറക്കണം, അത് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. മാത്രമല്ല, എൻ്റെ പേഴ്സണലി നിങ്ങൾക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ ID ഞാൻ ഇവിടെ ഇടാം, ആണെങ്കിൽ ഗ്രൂപ്പിലും വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒന്നെല്ലാവരും സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ. ഓക്കെ, swaggerty.ai എന്നാണ്, ഞാൻ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു ആൾ. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയറിങ്ങിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഫോം തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ ഗൂഗിൾ ഡ്രൈവ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത്
നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടക്കാരുടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഓക്കെ. അപ്പോൾ എനിവേ താങ്ക് യു. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ ഇന്റേൺഷിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. ഈ റെവിറ്റ് ഞാൻ പറയുന്ന റെവിറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ ചെറിയൊരു സെഷൻ മാത്രം റെവിറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ റെവിറ്റ് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സ്പെർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലിങ്കിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക റെവിറ്റിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പം നല്ല സാലറി സ്കെയിൽ 4th ഇയർ ഒക്കെ കഴിഞ്ഞ് റെവിറ്റിൽ നിങ്ങൾ സർട്ടിഫൈഡ് ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിയിലൊക്കെ ചേർന്ന് സർട്ടിഫിക്കേഷൻ നേടുന്ന എന്നുകൊണ്ട് ബെസ്റ്റാണ്. സർട്ടിഫിക്കേഷൻ വാങ്ങുന്നതിന് നമ്മൾ ഒരു സ്കിൽ ഉണ്ടാക്കി വെക്കുക, പെട്ടെന്ന് നമുക്ക് സർട്ടിഫിക്കേഷൻ വാങ്ങാൻ പറ്റും. ഓട്ടോഡെസ്ക് തരുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സാലറി സ്കെയിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ സാലറി സ്കെയിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡെമോ ആയിട്ടെങ്കിലും പ്രൊജക്റ്റുകൾ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കുക. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ വഴി തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ആയിട്ട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ലിങ്ക്ഡിനൊക്കെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രീലാൻസ് വർക്കുകൾ എടുത്ത് നിങ്ങൾക്ക് വർക്കൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഇപ്പോൾ 4th ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോണിറ്റൈസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാനും ജോലിക്കൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പം എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ വർക്കുകൾ നിങ്ങൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷോക്കേസ് ചെയ്യാം, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഒരു കരിയറിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ബിടെക് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് CGP 9.6 ഉണ്ട് 10 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമില്ല. വർക്കിനാണ് കാര്യം, എക്സ്പീരിയൻസും വർക്കുമാണ് കാര്യം. എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെങ്കിൽ ജോലിക്ക് പോകണമല്ലേ. അതിന് മുന്നേ നമുക്ക് ഇത്തരം സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് സ്കില്ല് ബിൽഡ് ചെയ്ത് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാനും ഫ്രീലാൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അതും നിങ്ങൾക്ക് വാല്യുബിൾ ആയിരിക്കും. നിങ്ങൾ പ്ലേസ്മെന്റിലൊക്കെ പോകുമ്പോൾ ഒട്ടേകാലം ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമ്പോൾ അത് വാല്യുബിൾ ആയിരിക്കും. പിന്നെ ഒഫീഷ്യലായിട്ട് ഓട്ടോഡെസ്ക് സർട്ടിഫൈ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് കോഴ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടും സർട്ടിഫിക്കേഷൻ വാങ്ങാൻ വേണ്ടി നോക്കുക. ഓക്കെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ സീ യു ആൾ. ഓക്കെ. സീ അഗെയിൻ. ആൻഡ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.